നമസ്കാരം. UAEയിൽ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ ജനജീവിതം താറുമാറായി. മെട്രോ, ബസ് സ്റ്റേഷനുകളിലും വിമാനത്താവള റൺവേയിലും വെള്ളം കയറിയതോടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. റാസൽ ഖൈമ, അൽ ഐൻ എന്നിവിടങ്ങളിൽ മഴവെള്ളപ്പാച്ചിലിൽ റോഡുകൾ ഒഴുകിപ്പോയി. ദുബായ് വിമാനത്താവളത്തിൽ 47 വിമാനങ്ങൾ റദ്ദാക്കി. 3 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ശക്തമായ മഴയും കൊടുങ്കാറ്റും തുടർന്നതോടെ വിമാനത്താവള പ്രവർത്തനം അരമണിക്കൂറോളം നിർത്തിവെച്ചു. ഇന്നലെ രാത്രി പുറപ്പെടേണ്ടിയിരുന്ന ദുബായ് തിരുവനന്തപുരം എമിറേറ്റ്സ് യാത്ര റദ്ദാക്കി. ഇതേ വിമാനത്തിന്റെ ഇന്നത്തെ തിരുവനന്തപുരം ദുബായ് മടക്ക സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. മഴ ഇന്നും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. ഒമാനിലെ ബിദിയയിൽ മഴയിൽ മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി അശ്വിൻ ടൈറ്റസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മസ്കറ്റിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതേ അപകടത്തിൽ മരിച്ച പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സുനിൽകുമാറിനൊപ്പമാണ് അശ്വിനും ജോലി ചെയ്തിരുന്നത്. സുനിൽകുമാറിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായിലും അബുദാബിയിലുമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ മഴ രാവിലെയോടെ ശക്തമായി. മണിക്കൂറുകളോളം ശക്തമായി പെയ്ത മഴയിൽ റോഡുകൾ വെള്ളത്തിലായി. അതേസമയം തെക്കൻ കേരളത്തിന് ലഭിച്ച വേനൽ മഴ നാളെ മുതൽ വടക്കൻ ജില്ലകളിലും ശക്തിപ്പെടാൻ സാധ്യത. നാളെയും വെള്ളിയാഴ്ചയും സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത ചൂടിനെ തുടർന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, തൃശൂർ, പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്.